വാവ്, ഫസ്റ്റ് ഡേ തന്നെ പൊളിച്ചു. താൻ എന്തൊക്കെയാ ഈ പറയണേ? ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്തേ ഉള്ളൂ. ഒന്ന് ഒളിച്ചു വെക്കുന്ന സ്വഭാവം എനിക്കില്ല, അതാ. കെവിൻ ചേട്ടൻ കമ്മിറ്റഡ് ഒന്നും അല്ലല്ലോ. പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്താ എന്താ പ്രശ്നം? ട്രൈ ചെയ്യട്ടേടാ, അല്ലേ? ഒന്ന് പോയടാ. അതെ, എനിക്ക് ഒരു അത്യാവശ്യമുണ്ട്. വാടാ. എന്ത് സാധനമാടാ വന്ന് കയറി ഉടനെ ഇഷ്ടമാണെന്ന്? ഛേ, വർഷം കണ്ടിട്ടുണ്ട്. അവൾ എന്ത് വിചാരിച്ചിട്ടുണ്ടാകും? ഓ, മോന്റെ മനസ്സിലപ്പോ അതായിരുന്നു കിടന്നിരുന്നേ. ആ കിസിന്റെ ചൂട് പോയിട്ടില്ല. അപ്പോഴേക്കും എല്ലാം തൊലക്കാനായിട്ട് ഇത് എവിടുന്നാ ഇവള് വന്നേ? ഓഹോ, കിസിന് ചൂടൊക്കെ ഉണ്ടായിരുന്നോ? അത് പിന്നെ ഒരു വർണ്ണനക്ക് വേണ്ടി പറഞ്ഞതാ. ഡാ, എന്നാലും ദൈവത്തിന് നിന്നോട് ഭയങ്കര സ്നേഹമാടാ. എന്താ? ഇത്രയും കാലം നീ പറഞ്ഞിരുന്ന സ്വപ്നത്തിലെ പെണ്ണിനെ നേരെ ക്ലാസ്സിലെത്തിച്ചു തന്നില്ലേ? അതെ, പട്ടുപാവാട, ധാവണി, അധികം മേക്കപ്പ് ഇല്ല, ഒതുങ്ങിയ സ്വഭാവം. എല്ലാം നീ പറഞ്ഞ ലിസ്റ്റല്ലേ? അതൊക്കെ പണ്ടെന്നോ? ഇന്നലെ വരെ അത് തന്നെയല്ലേ നീ പറഞ്ഞേ? അതെ, ഇവിടെ ഇരുന്നോട്ടെ. അത് അവിടെ മുൻപിൽ സീറ്റ് ഒഴിവുണ്ടല്ലോ. എനിക്ക് ഇവിടെ ഇരുന്നാ മതി. ഇരിക്കട്ടെ കെവിനെ. എന്നായിരുന്നോ? ഞാൻ പിന്നിലേക്ക് ഇരുന്നോളാം. ഇവിടെ എന്തിനാ വന്നേ? അവിടെ ഭയങ്കര ചൂട്. അവിടെ ഫാൻ ഉണ്ടല്ലോ. ആ, ഇവിടുത്തെ ഫാനിന് കുറച്ച് കാറ്റ് കൂടുതലാ. നിനക്കെന്താ എല്ലാം അറിയണോ? എന്താ നോക്കുന്നത്? ഒന്നുമില്ല. നീ ശരിയാവില്ല, അവിടെ തന്നെ പോ. അവിടെ ഇരുന്ന നിന്നെ കാണാൻ കഴുത്ത് തിരിക്കണം. എന്നെ കാണാതിരിക്കാൻ നിനക്ക് വയ്യേ? ആ, ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെയാ. നീ നിർത്തുന്നുണ്ടോ? അതോ ഞാൻ സാറിനോട് സീറ്റ് മാറാൻ പറയണോ? കുഞ്ഞിക്കോഴി, കുഞ്ഞി. എന്താ? ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചേ? ഞാൻ വിളിച്ചാ നീ തിരിഞ്ഞു നോക്കുമോ എന്നറിയാൻ. കെവിൻ, ക്ലാസ് കഴിയുന്നത് വരെ ഒരക്ഷരം മിണ്ടരുത്. വർഷേ, ഒരു കാര്യം പറയട്ടെ? എന്താ? വേഗം പറ. അതെ, കുറച്ചു മുൻപ് കോറിഡോറിൽ വെച്ച് നീ തന്ന സാധനം മനസ്സിൽ നിന്ന് പോകുന്നില്ല. ദേഷ്യപ്പെടാൻ ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞേ? നീ ഒന്നും പറഞ്ഞില്ലേ? അത് പിന്നെ അതും മനസ്സിൽ നിന്ന് പോണ്ടേ. ഇനി ഒരക്ഷരം പറഞ്ഞ ഈ പേരോട് കുത്തുന്നെ. നീ പഠിക്കാൻ വന്നതാണോ അതോ ഞങ്ങളെ പ്രാന്താക്കാൻ വന്നതാണോ? ഞാനിവിടെ ഇരുന്നോട്ടെ. ഇരുന്നോളൂ, ഒരുപാട് സ്ഥലമുണ്ടല്ലോ. ഇവൻ എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, ഞാനിപ്പോ എന്താ പറയണ്ടേ? നമ്മൾ ഇന്ന് കണ്ടതല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഒന്ന് പറയടാ, കൊച്ചിന് വിശ്രമമാകും. ഒന്ന് പോടാ. പക്ഷേ അങ്ങോട്ട് നോക്കി. അയ്യോ, കെവിൻ ചേട്ടന്റെ അടുത്ത് ആ പുതിയ കൊച്ചിരിക്കുന്നു. അതിന് ഞാൻ എന്നാ ചെയ്യണം? അവനെടുത്ത് മടിയിൽ വെക്കണം. നല്ല ചേച്ചിയുടെ കിട്ടിയവനല്ലേ, വേറെ പെണ്ണിന്റെ കൂടെ. അവൻ എന്താ അവളോടൊപ്പം വേറെ ക്യാമറ കളിക്കുവാണോ? അല്ലല്ലോ. അല്ല, അവൾ പറഞ്ഞത് നീയും കേട്ടതല്ലേ, അവൾക്ക് അവന് ഇഷ്ടമാന്ന്. എന്താടി ചേച്ചി, മുഖം പെട്ടെന്ന് മാറിയല്ലോ. എന്റെയോ? നിനക്കൊക്കെ തോന്നുന്നതാവും. നിന്റെ മുഖം കണ്ടാ വേറെയാ പറയുന്നേ. അവനാരോട് വേണമെങ്കിൽ സംസാരിക്കട്ടെ, എനിക്കെന്താ? കെവിൻ, അതെ, അത് എനിക്ക് തന്നെ ഫോൺ നമ്പർ തരാമോ? ഫോൺ നമ്പറോ? എന്തിനാ? അത് പിന്നെ ഇടയ്ക്കൊക്കെ വിളിക്കാൻ, നമുക്ക് സംസാരിച്ചിരിക്കാലോ. അത്
എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിട്ടിരിക്കുക. സോ സിം ഞാൻ ഊരി വെച്ചേക്കുക. അപ്പോ ഇപ്പോ കയ്യിലുള്ള ഫോണോ? അതെന്റെ അനിയന്റെ ഫോണാ. ശരി, ഞാനെന്നാ പോക്കോട്ടെ. അതെന്താ തിടുക്കമാണോ? ആ, കുറച്ച്. ഓക്കെ, ബൈ. വർഷേ, ഡി കുഞ്ഞി. ഇവിടെ പട്ടി. കുഞ്ഞി, ഹാ, എന്താ ഇത്ര സ്പീഡ്? നീ വായുഗുളിക വാങ്ങാൻ പോവാണോ? ആ, നിനക്ക് വായു ഗുളിക വാങ്ങാൻ പോവാ. എന്തേ? വർഷേ, നിക്ക്. നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ചിട്ട് പോവാം. ഇവിടെ അലവലാതി. നീ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാ മതി. ഇവക്ക് എന്താ പറ്റി? കിസ് കൊടുക്കുന്നവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. നീ എന്തിനാ മാറ്റി എടുക്കുന്നേ? ആ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേണ്ട, എനിക്ക് കേൾക്കണ്ട. അതിന് ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല. എന്നെ പറഞ്ഞ തൊലക്ക്. ഒരു ഉമ്മ. വൃത്തികെട്ടവനെ. ജന്മം ഉണ്ടെങ്കിൽ ഞാൻ തരില്ല. ഓ, എനിക്കറിയാം നിനക്ക് വേണമെന്ന്. നീ ഇത്ര ബലം ഒന്നും പിടിക്കണ്ട. ഞാൻ ബലം പിടിക്കും. എനിക്ക് സൗകര്യമില്ലടാ. ഉമ്മ പോയിട്ട് പോലും നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. ഗെറ്റ് ലോസ്റ്റ്. ഓ, ഇപ്പൊ പിടികിട്ടി. എന്ത് പിടികിട്ടിയെന്ന്? ഇന്ന് കോളേജിലെ സംഭവമല്ലേ? നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം? എന്ത് സംഭവം? ആ വീണ എന്റെ അടുത്ത് വന്ന് ഇരുന്നതും എന്നോട് സംസാരിച്ചതും അതൊക്കെ കണ്ടിട്ട് ആർക്കൊക്കെയോ ജലസടിച്ചെന്ന് തോന്നുന്നു. ആർക്കാ? നിനക്ക്. നിനക്ക് പട്ടാണോ? അതല്ല റീസൺ എങ്കിൽ പിന്നെ നീ ഉമ്മ തരാത്തതെന്താ? അതും ഇതുമായി എന്ത് ബന്ധം? ജലസ് ബന്ധം. ഇവിടെ പൊട്ട. അതൊക്കെ മാറ്റിവെക്ക്. കോളേജിലെ കാര്യങ്ങൾ കോളേജ്, ഇത് വീട്, നമ്മുടെ ബെഡ്റൂം. എന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുവാ? നന്നായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട സമയമാ. നീ ഒരു കാര്യം ചെയ്. ദേ, ആ റോഡിൽ ഇറങ്ങി 10 വട്ടം തേരാപ്പാര ഓടും. വർക്കൗട്ടും ആവും, മനസ്സിന് സമാധാനവും കിട്ടും. ദേ വർഷേ, കളിയാക്കല്ലേ? ഡീ ഒരു ഉമ്മയിലേ ഞാൻ ചോദിച്ചുള്ളൂ. കോളേജിൽ വെച്ച് കിട്ടിയത് എനിക്ക് നന്നായിട്ട് അങ്ങ് ആസ്വദിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പ്ലീസ് ഒരെണ്ണം. ഉമ്മയല്ലേ? നീ വേണമെങ്കിൽ ആ വീണയോട് പോയി ചോദിക്കും ഉമ്മ. അയ്യേ, അതെങ്ങനെ ശരിയാവും? എനിക്ക് വേണ്ടത് എന്റെ ഭാര്യയുടെ ഉമ്മയാ. ആ, അത് സ്വപ്നത്തിൽ കിട്ടും. നോക്കിയിരുന്നോ? സ്വപ്നത്തിലൊക്കെ എപ്പോഴേ തന്നു. ഇനിയിപ്പോ ഇവിടെ വെച്ച് വേണം. പ്ലീസ് ഡാഡാ, പുറത്തിറങ്ങും. ഉമ്മ കിട്ടേ ഇറങ്ങാം. അമ്മച്ചി. ഡീ, ഇടയ്ക്ക് ഇവനെ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായി. ഇനി ഇങ്ങനെ നടന്ന ഒക്കുകയില്ല. ഞങ്ങൾക്ക് കളിപ്പിക്കാനായി കൊച്ചുമക്കളെ വേണ്ടേ? എത്രയും പെട്ടെന്ന് കുഞ്ഞിക്കാൽ കാണണം. ദേ അമ്മച്ചി, ഇവിടെ ഒരു ഉമ്മ പോലും കിട്ടാനില്ല. കെട്ടിപ്പിടിച്ച പിള്ളേരുണ്ടാവാണെങ്കിൽ ഇപ്പൊ ഇതൊരു അങ്കണവാടി ആക്കിയനെ ഞാൻ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? ഞാനൊരു കുഞ്ഞിക്കാലിനെ ചോദിച്ചുള്ളൂ. കുഞ്ഞിക്കാൽ? നിങ്ങൾ വല്ല കോഴിക്കാലി പിടിച്ചിരി. വേണേ അവനോട് പറ കുഞ്ഞിക്കാൽ തരാൻ. അമ്മച്ചി, നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഈ വീട്ടിലെ പരമ്പര അന്യം നിന്ന് പോവാതിരിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാണ്. എന്നെ ഒന്ന് കേട്ടിച്ച ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. കുഞ്ഞാപ്പി, നീ വായ മൂടിയില്ലെങ്കിൽ നിന്റെ പല്ല് തന്നെ അടിച്ച് താഴെയിടും. കെവിനെ, നിന്റെ പെണ്ണിന്റെ അടുത്തുനിന്ന് ഒരു ഉമ്മ പോലും വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്തിനാണ് ആണാണെന്നും പറഞ്ഞ് നടക്കുന്നേ? അപ്പൻ അങ്ങനൊക്കെ പറഞ്ഞാ മതി. ഒരു ഉമ്മ കിട്ടാൻ വേണ്ടി ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. മോനെ, ഈ എന്നോടോ എത്ര ഉമ്മകളാ ഈ ഞാൻ കൊടുത്തിട്ടുള്ളേ? നിങ്ങൾ എന്താ പറഞ്ഞേ? ആർക്കാ നിങ്ങൾ എത്ര ഉമ്മ കൊടുത്തത്? ഇവിടെ നീ വിചാരിക്കുന്ന പോലെ അല്ല. നിങ്ങളൊക്കെ കൂടി എന്നെ ഒരു വഴിയാക്കും. ഞാൻ പോവാ. എന്താടാ ഇന്നും മുഖം വീർപ്പിച്ചാണല്ലോ? എന്റെ ജീവിതം ശരിയാവുന്നില്ലടാ. എന്ത് പറ്റി? ഇന്നലെ വരെ ജീവിതം ശരിയായിരുന്നല്ലോ. എന്താ പറ്റിയേ? നിനക്കൊക്കെ തമാശയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അനുഭവിക്കുന്നത് എനിക്കല്ലേ അറിയൂ. നീ പറ, എന്താ പ്രശ്നം? എന്റെ ഭാര്യ എന്നോട് അടുക്കുന്നില്ല. എന്താ? ആടാ, എത്ര പറഞ്ഞാലും അവൾക്ക് ഒരു കുലുക്കവുമില്ല. നീ എന്താ പറഞ്ഞു വരുന്നേ? ഒരു ഉമ്മ ചോദിച്ചപ്പോഴും കിട്ടുന്നില്ലടാ. ചിരിക്കാതെടാ ലബലാദികളെ. ഇത് നീ തന്നെയാണോ പറയുന്നേ? കോളേജിൽ ഗേൾസ് വിടാതെ പിന്നാലെ നടക്കുന്ന കെവിൻ സക്രയ്ക്ക് സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു ഉമ്മ പോലും എടുക്കാൻ അറിയില്ലേ? വിക്കി, കളിയാക്കിയത് മതി. പക്ഷേ സത്യത്തിൽ എന്താ പ്രശ്നം? അവിടെ എന്നെ ഹെയ്റ്റ് ഒന്നും ഇപ്പോ ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം. സംസാരിക്കും, വഴക്കിടും, ചിലപ്പോ ചിരിക്കും. പക്ഷെ ഞാനൊന്നും അടുത്തേക്ക് ചെന്ന ഉടനെ മാറി നിൽക്കും.
എത്ര ശ്രമിച്ചാലും വലിയൊരു മതിൽ ബിർള സിമന്റിട്ട് കെട്ടി വെച്ചേക്കോ. ഡാ, നിനക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? വേറെ വഴിയുണ്ട്. എന്ത് വഴി? കുടുംബയോഗം. എന്താ? ആ, വലിയൊരു ഫാമിലി മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ടോപ്പിക് കിസ് ഇല്ലാത്ത ജീവിതം. നിനക്ക് വട്ടാണോ? എടാ, നീ ഒരു കാര്യം ചിന്തിക്കേ. നീ ഇത്രയും നാൾ കിണന് പരിശ്രമിച്ചിട്ട് നടന്നില്ല. അതുകൊണ്ട് ഇനി ഇത് വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. വർഷേ, എഴുന്നേൽക്ക്. എന്താണ്? എനിക്ക് ഉറങ്ങണം. ഉറക്കമൊക്കെ പിന്നെ എഴുന്നേറ്റ് വാ. എന്തിന്? ഫാമിലി മീറ്റിംഗിന്. ഈ പാതിരാത്രിയിലോ? അതെ, ഈ സമയമാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. ഞാൻ അപ്പനെ അമ്മച്ചീനെ ഒക്കെ നേരത്തെ വിളിച്ചിട്ടുണ്ട്. നിനക്ക് വട്ടാണോ? ഇങ്ങോട്ട് വാടി. ദക്കേവിനെ, ഈ അർദ്ധരാത്രിയിൽ നീ എന്തിനാണ് എല്ലാവരെയും ഇങ്ങനെ വിളിച്ചു നിർത്തിയേ? വല്ല തീപിടുത്തം ഉണ്ടായോ? തീപിടുത്തമല്ല അപ്പ, അതിലും വലുതാണ്. ഞാൻ ഇവിടെ ഇവളുടെ കെട്ടിയവനായിട്ട് തന്നെയാണോ ജീവിക്കുന്നേ ഇല്ല എന്ന് എനിക്കിപ്പോ അറിയണം. ഈശോയി, ഇവനിത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? മോളെ വർഷേ, ഇവൻ എന്താ ഈ കാണിക്കുന്നേ? അമ്മച്ചി, എനിക്കൊന്നും അറിയില്ല. ഇതിന് വട്ടാ. എടാ ആലവലാതി, ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചു വരുത്തി കോപ്പിലെ വർത്തമാനം പറയുന്നു. മോനെ കെവിനെ, നീ കാര്യങ്ങളൊന്ന് വിശദമായി പറ. എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ഉമ്മ വേണം. അതിന് ഞങ്ങളെ വിളിച്ച് ചോദിച്ചിട്ട് എന്താ കാര്യം? നിന്റെ പെണ്ണിനോട് ചോദിക്കടാ വട്ട. അവളോട് ചോദിച്ചാ തരണ്ടേ? അന്ന് നിങ്ങളോട് പറഞ്ഞത് തന്നെയാ എനിക്കിപ്പോഴും പറയാനുള്ളേ. ഉമ്മ ഉമ്മ ഉമ്മ. ഈശോയെ, ഇവളുടെ പാരന്റ്സിനെ കൂടി വിളിക്കണം. എന്തിന്? എടാ, പ്രാന്താ, നിനക്ക് തലക്ക് സുഖമില്ലേ? പിന്നല്ലാതെ എന്റെ വിവാഹ ജീവിതം ഇങ്ങനെയൊന്നുമല്ല ഞാൻ സ്വപ്നം കണ്ടത്. എല്ലാം നശിപ്പിച്ചത് ഇവളാ. ഞാൻ ഇന്ന് ചെയ്തത് കൊലങ്ങ. നീ ചെയ്തില്ലേ? ഒരു ഭർത്താവിന് കിട്ടേണ്ടേ എന്തെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ടോ? നല്ല തല്ല് കിട്ടുന്നില്ല ചേട്ടാ, അത് പോരെ. കോപ്പെ എടുത്തിനാ തോട്ടിലറിയും. നീ ഒരു കെട്ട് കെട്ടി നിന്റെ പെണ്ണ് ഇതുപോലെ നിനക്ക് ഒരു ഉമ്മ പോലും തരാതെ വരുമ്പോ അറിയാം ഞാനിപ്പോ അനുഭവിക്കുന്ന വേദന. കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായി, വേറെ ഒന്നിനും സമ്മതിക്കുന്നില്ല. അതിന് ഞാൻ നിർബന്ധിക്കുന്നുമില്ല. പക്ഷെ ഒരു ഉമ്മ ചോദിച്ചാ അത് തരണ്ടേ? അത് തരുന്നില്ലെന്ന് മാത്രമല്ല, ഈ ജന്മം നോക്കിയിരുന്നാലും തരത്തില്ലെന്ന് പറയുന്നു. എന്നെ നാണം കെടുത്തുന്നു. നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും എന്റെ മാനം പോയി. ഇതിനൊരു പരിഹാരം കണ്ടേ തീരും. ഞാൻ ഈ വീട്ടിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്. അപ്പാ, ഇത് അക്രമമാണ്. ഇവൻ ഉമ്മ കിട്ടാത്തതിന് നമ്മൾ എന്തിനു ഉറക്കം കളയണം? ഇവൻ വേണമെങ്കിൽ വല്ല പഞ്ചായത്ത് മീറ്റിംഗ് കൂടട്ടെ. തൽക്കാലം ഫാമിലി മീറ്റിംഗ് വേണ്ട. ഈ വായ മൂടി കിടക്കട കുരുത്തം കെട്ടവനെ. ഒരു പെണ്ണിന്റെ അടുത്തൊന്ന് കാര്യം സാധിക്കാൻ മേലാനിട്ട് ഇവിടെ വന്ന് കോടതി കൂടുകയാണോ? നിനക്ക് നാണമില്ലേടാ ആണെന്നും പറഞ്ഞ് നടക്കാൻ? മോളെ വർഷേ, അവൻ പറയുന്ന കേട്ടില്ലേ? പാവം കുട്ടി. അവൻ അത്രയധികം ആഗ്രഹിച്ച് ചോദിക്കുമ്പോ നീ എന്തിനാ വാശി പിടിക്കുന്നേ? കൊടുക്കും മോളെ. എന്റെ മോൻ സമാധാനമായി ഒന്ന് ഉറങ്ങിക്കോട്ടെ. എന്താ എന്താ പറ്റി എന്റെ മോൾക്ക്? ഒന്നുമില്ലടോ, ഒരു ഉമ്മയുടെ പ്രശ്നമാ. നീ ഏതുമ്മ? ആരുടെ ഉമ്മ? ആരുടെ ഉമ്മയല്ല, ഇത് മറ്റേത് മുത്തും കാവും. എടോ സക്കറി, വയസ്സ് 40-40 കഴിഞ്ഞില്ലേ? തനിക്ക് ഈ സൂക്കേട് തീർന്നില്ലേ? എടോ പച്ചക്കറിക്കാരാ, എനിക്കല്ല സൂക്കേട്, നിങ്ങളുടെ മരുമകനാ. എന്റെ മരുമകനോ? എന്നാ പറ്റി മോനെ? അലവലാതി, വായ തുറക്കരുത്. എന്റെ പപ്പയോടെയും ഭക്ഷണത്തിലും വിളിച്ച് പറയരുത്. ആ, ചോദിക്കുമ്പോ തരണമായിരുന്നു. നീ അനുഭവിക്കേ. പപ്പ, എന്റെ പപ്പ. എന്ത് പറ്റി മോനെ? ചേച്ചി ചേട്ടനെ പിടിച്ച് തല്ലിയാ? എന്താ ചേച്ചി ചെയ്തേ? ഒന്ന് മിണ്ടാതിരി സോന. പപ്പ, എന്റെ ജീവിതം കൊത്തത്തേങ്ങ പോലെയായി പപ്പ. പപ്പയുടെ മാരീഡ് ലൈഫ് എങ്ങനായിരുന്നു? പപ്പക്ക് മമ്മി കിസ്സൊക്കെ തരില്ലേ? എടശാ മമ്മി, നീ എന്തൊക്കെയായി ചോദിക്കണേ? അത് പിന്നെ തരും. പപ്പയുടെ മുഖം കണ്ടാ അറിയാം. എന്നാ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കിസ് പോലും കിട്ടുന്നില്ല. ഇതിനെ കല്യാണം ഒന്ന് പറയാമോ? ഇത് ഇവളുടെ അഹങ്കാരമല്ലേ? വർഷേ, ഞാൻ എന്താ ഈ കേൾക്കുന്നേ? കാരണം അലവലാതിയാണെങ്കിലും ഇവനിപ്പോ നിന്റെ ഭർത്താവല്ലേ. അവന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കേണ്ടത് നിന്റെ കടമയാണ്. അവസാനം ഇവൻ ചവിട്ടി പുറത്താക്കിയിട്ട് വയറും വീർപ്പിച്ച് നീ വീട്ടിൽ വന്ന് നിന്ന
നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകും? ഉമ്മ വെച്ച വയറ്റിലുണ്ടാവോ ചേച്ചി? ഞാൻ കാണിച്ചു തരട്ടെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ആ ഇല്ല, ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു കിസ് ഒന്നല്ലേ ചോദിക്കുന്നുള്ളൂ. നീ വിഷമിക്കണ്ട മോനെ. വർഷ, ഇത് ഈ പപ്പയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാ. എന്റെ മകൾ ഇനി മുതൽ നിനക്ക് കിസ് തന്നിരിക്കും. പ്രോമിസ് ചെയ്യേ. എന്നെ കൊണ്ട് പറ്റില്ല. പപ്പയുടെ അഭിമാനം മോളെ, പ്രോമിസ് ചെയ്യും മോളെ. പ്രോമിസ്. അങ്ങനെ വഴിക്ക് വാ. അപ്പൊ കാര്യങ്ങളെല്ലാം സെറ്റായില്ലേ? 2 മണിയായി. എല്ലാരും പോയി കിടന്ന് ഉറങ്ങിക്കേ. ഏയ്, പോവാൻ വരട്ടെ. ഇത് ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടി ഇവൾ ഇവിടെ വെച്ച് എനിക്കൊരു ഉമ്മ തരണം. Want a lady in the street, but a freak in the bed that say. Okay. Have you ever had a dream that എടപ്രാന്താ, മനുഷ്യനെ നാണം കെടുത്താതെ. പാതിരാത്രി നിന്റെയൊക്കെ കിന്നാരത്തുമ്പി കാണാനല്ലേ ഞങ്ങൾക്ക് നേരം. ഞാൻ പറഞ്ഞത് കാര്യമാപ്പ. അവളെ റൂമിൽ പോയ എനിക്കൊന്നും തരില്ല, ഉറപ്പാ. ഈശോയെ, പണ്ട് എന്റെ അപ്പൻ ഒരു ജ്യോതിഷിയെ കാണാൻ പോയപ്പോ അങ്ങനെ എന്നെ ചൂണ്ടിക്കാണിച്ച് ഇവന് ഉമ്മ കിട്ടാതെ വട്ടായി പോകുന്ന ഒരു മകൻ ജനിക്കുമെന്ന് പറഞ്ഞത് എന്ത് സത്യമാ. ഇതേ നിൽക്കുന്നു ഉമ്മച്ചൻ. കെവിനെ പോയി കിടന്ന് ഉറങ്ങണം. പക്ഷേ പ്രോമിസ് തെറ്റിക്കരുത്. അവൻ ചോദിച്ചാ കൊടുത്തേക്കണം. നീ എങ്ങോട്ടാ? അത് അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ. ഒരു കട ഉറങ്ങടാ. എന്നാ തന്നോളൂ. താരാടാ എന്താണ് പന്നി? അയ്യോ അയ്യോ, തല്ലുന്നു അമ്മച്ചി. Drums, drums, on the track.